ഹായ് ഗൈസ്, ഞാൻ പ്രജിത് മോഹനൻ. കിസ്ബോർഡ് മലയാളത്തിലേക്ക് സ്വാഗതം. വൺ പ്ലസിൻ്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണാണ് നോട്ട് CE2 5G സ്മാർട്ട് ഫോൺ. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. വൺ പ്ലസ് നോട്ട് CE2 5G സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ എത്തുന്നത് 2 വേരിയൻറ്റുകളിലാണ്. 6GB RAM പ്ലസ് 128GB വേരിയൻറ്റ്. ഇത് ഏകദേശം 23,999 രൂപയാണ് കമ്പനി വെബ്സൈറ്റിലെ വില. ഒപ്പം 8GB RAM പ്ലസ് 128GB സ്റ്റോറേജ് വേരിയൻറ്റും വിപണിയിലെത്തിയിട്ടുണ്ട്. ഇതിന് 24,999 രൂപയും യൂസേഴ്സ് നൽകണം. ഒപ്പം വൺ പ്ലസ് നോട്ട് CE2 5G സ്മാർട്ട് ഫോണിൻ്റെ പ്രത്യേകതകളിലൊന്നാണ് MediaTek Dimensity 900 5G ചിപ്സെറ്റ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് അൺബോക്സിംഗ് ആരംഭിക്കാം. ഇതാണ് വൺ പ്ലസ് നോട്ട് CE2 5G സ്മാർട്ട് ഫോണിൻ്റെ റീറ്റെയിൽ പാക്കേജ്. നമുക്ക് ഈ ബോക്സിനുള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ ആദ്യം കാണാൻ കഴിയുന്ന ഒരു ബ്ലാക്ക് കാർഡ്ബോർഡ് ബോക്സാണ്. ഈ കാർഡ്ബോർഡ് ബോക്സിനുള്ളിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കേണ്ടതുണ്ട്. ഓക്കെ, ആദ്യം തന്നെ കാണാം ഒരു റബ്ബറൈസ്ഡ് ആയിട്ടുള്ള സിലിക്കോൺ കേസ് കാണാം. ഒരു മാറ്റ് ഫിനിഷിംഗ് ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ വൺ പ്ലസ് നോട്ട് CE2 സ്മാർട്ട് ഫോണിന് ഒരു വിധത്തിലുള്ള ഒരു സംരക്ഷണമൊക്കെ ഈ കേസ് നൽകും. പക്ഷേ കൂടുതൽ പ്രൊട്ടക്ഷൻ ആവശ്യമാണെങ്കിൽ കാശ് കൊടുത്ത് നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ഫോൺ കേസുകൾ വാങ്ങിക്കാവുന്നതാണ്. ഒപ്പം സിം ഇജക്ടർ ടൂൾ ഉണ്ട്, വെൽക്കം ലെറ്റർ, ബ്രാൻഡ് സ്റ്റിക്കേഴ്സ്, റെഡ് കേബിൾ ക്ലബ് മെമ്പർഷിപ്പ് കാർഡ്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, സേഫ്റ്റി ഇൻഫർമേഷൻ ആൻഡ് വാറണ്ടി കാർഡ് ഇവയൊക്കെ ഈ റീറ്റെയിൽ പാക്കേജിനുള്ളിൽ ലഭിക്കും. ഓക്കെ, ഇതാണ് വൺ പ്ലസ് നോട്ട് CE2 5G സ്മാർട്ട് ഫോൺ. ഇത് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ ബോക്സിൽ മറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. ഇതാണ് വൺ പ്ലസ് നോട്ട് CE2 5G സ്മാർട്ട് ഫോണിലെ 4500 mAh ബാറ്ററി ചാർജ് ചെയ്യാൻ ഉപയോഗിക്കേണ്ട 65 വാട്ട് സൂപ്പർ ചാർജിങ് അഡാപ്റ്റർ. ഒപ്പം ഒരു റെഡ് കളർ USB കേബിളും ബോക്സിൽ നൽകിയിട്ടുണ്ട്. മിക്കവാറും വൺ പ്ലസ് ഫോണുകളിലൊക്കെ ഈ റെഡ് കളർ USB കേബിൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, നമുക്കിനി വൺ പ്ലസ് നോട്ട് CE2 5G സ്മാർട്ട് ഫോണിൻ്റെ മറ്റു വിശദാംശങ്ങൾ നോക്കാം. ഇതാണ് വൺ പ്ലസ് നോട്ട് CE2 5G സ്മാർട്ട് ഫോൺ. വൺ പ്ലസ് നോട്ട് CE2 5G ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറുമായിട്ടാണ് വരുന്നത്. അതിനാൽ തന്നെ ഒന്നുകിൽ സ്ക്രീൻ പ്രൊട്ടക്ടറുകൾ ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ വൺ പ്ലസിൻ്റെ തന്നെ സ്ക്രീൻ പ്രൊട്ടക്ടറുകൾ ഉപയോഗിക്കുക എന്നാണ് കമ്പനി പറയുന്നത്. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ റീഡബിലിറ്റി ഒക്കെ ബാധിക്കും എന്നാണ് കമ്പനിയുടെ വാദം. വൺ പ്ലസ് നോട്ട് CE2 5G സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് പാനൽ കാണാൻ വളരെ പ്രത്യേകതയുള്ളതാണ്. കാരണം കണ്ടാൽ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതാണെന്ന് തോന്നും. പക്ഷേ ഇത് പ്ലാസ്റ്റിക് ബേസ്ഡ് ആണ്. ഗ്ലാസി ഫിനിഷിംഗ് നൽകിയിട്ടുണ്ടെന്ന് മാത്രം. 3.5mm ഹെഡ്ഫോൺ ജാക്ക്, USB Type-C പോർട്ട്, സ്പീക്കർ, പ്രൈമറി മൈക്രോഫോൺ, മെയിൻ സ്പീക്കർ ഗ്രിഡ് ഇവയെല്ലാം ഈ ബോട്ടം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫോണിൻ്റെ റൈറ്റ് സൈഡിലാണെങ്കിൽ പവർ ബട്ടൺ, സിം കാർഡ് ട്രേ എന്നിവയുണ്ട്. ലെഫ്റ്റ് സൈഡിൽ വോളിയം ബട്ടണും നൽകിയിട്ടുണ്ട്. ഈ വൺ പ്ലസ് നോട്ട് CE2 5G സ്മാർട്ട് ഫോണിൻ്റെ സിം കാർഡ് ട്രേക്കും ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മിക്കവാറും വൺ പ്ലസ് ഡിവൈസുകളിൽ സിം കാർഡ് ട്രേയിൽ മൈക്രോ SD കാർഡ് സ്ലോട്ട് ഉണ്ടാവില്ല. അതേസമയം വൺ പ്ലസ് നോട്ട് CE2 5Gയിലാകട്ടെ ഈ 2 സിം കാർഡ് സ്ലോട്ടുകൾക്കൊപ്പം SD കാർഡ് സ്ലോട്ടും നൽകിയിരിക്കുന്നു. ഇതുവഴി നമുക്ക് 1 TB വരെ ഇതിൻ്റെ സ്റ്റോറേജ് വിപുലീകരിക്കാൻ സാധിക്കും. ഇത് എല്ലാ വൺ പ്ലസ് ഫോണുകളിലും കാണുന്ന ഒരു ഫീച്ചർ അല്ല എന്നുള്ളതാണ് പ്രത്യേകത. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള ഓക്സിജൻ OS സ്കിന്നിലാണ് വൺ പ്ലസ് നോട്ട് CE2 5G സ്മാർട്ട് ഫോൺ വരുന്നത്. ട്രിപ്പിൾ ക്യാമറ സജ്ജീകരണമാണ് വൺ പ്ലസ് നോട്ട് CE2 5G സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. 64 MP പ്രൈമറി ക്യാമറ, 8 MP അൾട്രാവൈഡ് ക്യാമറ, 2 MP മാക്രോ ലെൻസ് എന്നിവയാണ് ഈ ക്യാമറ സെറ്റപ്പിലുള്ളത്. അപ്പം 6.43 ഇഞ്ചസ് വരുന്ന ഫ്ലൂയിഡ് അമോലഡ് ഡിസ്പ്ലേ ആണ് നോട്ട് CE2 5G ഫീച്ചർ ചെയ്യുന്നത്. 90 Hz റിഫ്രഷ് റേറ്റും ഈ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ പ്രത്യേകതയാണ്. ഫസ്റ്റ് ലുക്കിൽ അടിപൊളി ഫീച്ചറുകളും ക്യാമറയും ഒക്കെയാണ് നോട്ട് CE2 5G സ്മാർട്ട് ഫോണിൽ ഉള്ളത്. ബ്ലോട്ട് വെയറുകളുടെ ശല്യമില്ല എന്നുള്ളതും വൺ പ്ലസ് നോട്ട് CE2 5G സ്മാർട്ട് ഫോണിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഫോണിൻ്റെ മറ്റു വിശദാംശങ്ങളും യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂസും ഒക്കെ നമുക്ക് പിന്നീട് വിശദമായി നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടെക് ലോകത്തു നിന്നുള്ള മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.